മായാവി. ഓടിക്കോ, അവന്മാർ പിന്നാലെയുണ്ട്. ഷോ, ഈ പോലീസിന് വേറെ ഒരു പണിയുമില്ലേ? അയ്യോ, അതാരാ? ഹാവൂ, കുട്ടൂസനാണോ? ഹേ, നിങ്ങളെന്താ ഇവിടെ? ഒന്നും പറയണ്ട കുട്ടൂസ, ഒരു നിസ്സാര കുറ്റം ചെയ്തു. ഒരുത്തൻ്റെ സ്വർണ്ണമോതിരം അടിച്ചു മാറ്റി. അവനെ അടിച്ചും വീഴ്ത്തി. അതിന് കുരുത്തം കെട്ട പോലീസ് പിന്നാലെ വരുന്നു. ദ്രോഹികളെ, എന്നിട്ട് എൻ്റെ അടുത്തേക്കാണോ ഓടിക്കേറി വരുന്നത്? വേഗം എവിടെയെങ്കിലും ഒളിക്കണം. അല്ലാതെ ഇനി എന്ത് വഴി? ആ പാറയുടെ പിന്നിലൊളിക്കാം. അതേ സമയം, ഷെടാ, അവന്മാർ എവിടെ പോയി? നോക്കാം, അവിടെ തന്നെ കാണും. കുറച്ചകലെ. അതുപോട്ടെ, കുട്ടൂസൻ എന്താ കാട്ടിൽ? ചില ചെടികൾ പറിക്കാൻ വന്നതാ, ഒരു മാന്ത്രിക മരുന്നുണ്ടാക്കാൻ. വരുന്ന വഴിക്ക് മായാവിയെയും കിട്ടി. നിങ്ങൾ മോഷ്ടിച്ച മോതിരം എവിടെ? കാണട്ടെ. അതല്ലേ പറ്റിയത്, മോതിരം ഒരു മരപ്പൊത്തിൽ ഒളിപ്പിച്ചു. പക്ഷേ ഏത് മരമാണെന്ന് മറന്നു. ഷെടാ. ഇതിപ്പോ മോതിരവും പോയി, പോലീസിൻ്റെ ഇടിയും കിട്ടുമെന്ന സ്ഥിതിയായി. ഇടി കിട്ടുമായിരിക്കും, പക്ഷേ മോതിരം പോവില്ല. അതെന്താ? ഒളിപ്പിച്ച മോതിരം ഇവിടെ വരുത്താൻ മന്ത്രമുണ്ട്. കുറേ അകലെ. ഗർ. അയ്യോ, കടുവ. എവിടെയെങ്കിലും ഒളിക്കാം. അപ്പോൾ മോതിരം ഒളിപ്പിച്ച കൈയേതാ? ആ കൈ കൊണ്ട് ഈ ചെടി പിടി. ഈ കൈയല്ലേ? അതെ, ഇതു തന്നെ. ഇനി ഈ മന്ത്രം പറഞ്ഞു തരാം, ചൊല്ലിക്കോ. ഒളിപ്പിച്ചിടത്തായി ഇരിക്കുന്നതെല്ലാം ഒളിപ്പിച്ച കൈയിൽ തിരിച്ചിങ്ങ് ബിംബവും. ഒളിപ്പിച്ചിടത്തായി ഇരിക്കുന്നതെല്ലാം ഒളിപ്പിച്ച കൈയിൽ തിരിച്ചിങ്ങ് ബിംബവും. ഇനി ആ മരത്തിൽ ഇരിക്കുന്നതൊക്കെ ഇവിടെ വരും. അതാ എന്തോ വരുന്നു. അയ്യടാ, മോതിരം. അയ്യോ, ദേ കുരങ്ങൻ, കാക്ക, പുഴു സകലതും ഇങ്ങു പോന്നു. മരത്തിലിരുന്നതാ. അയ്യോ, പാമ്പ്. ഇത് തീർന്നില്ലേ? അയ്യോ, തീർന്നിട്ടില്ല. അയ്യോ, പോലീസും വന്നു. പൂർത്തിയായി. ഹമ്പട, വിക്രമനും മുത്തുവും. നമ്മൾ ആ മാന്ത്രിക മരത്തിൽ കേറിയത് നന്നായി. ഡുണ്ടുമോൻ. ഡുണ്ടു, ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ നിന്റെ പരിപാടി എന്താ? പാഠപുസ്തകം വായിക്കും സാർ. നിന്റെ കയ്യിലെന്തോ ഉണ്ടല്ലോ. നീ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കാണട്ടെ.